കേന്ദ്ര മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത ഫിഷറീസ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പദ്ധതിയിൽ കരിമീൻ ക്ലസ്റ്ററായി ഉൾപ്പെടുത്തിയ ജില്ല കൊല്ലം. കേന്ദ്ര മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത ഫിഷറീസ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പദ്ധതിയിൽ കരിമീൻ ക്ലസ്റ്ററായി ഉൾപ്പെടുത്തിയ ജില്ല കൊല്ലം. രാജ്യത്തെ ആദ്യ ഹൈപ്പർലൂപ്പ് പാത നിലവിൽ വരുന്നത് മുംബൈ പൂനെ റൂട്ടിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് പാത നിലവിൽ വരുന്നത് മുംബൈ പൂനെ റൂട്ടില്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കുവാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളം. നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് പഞ്ചാബ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് പഞ്ചാബ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷ ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ വനിതാ അധ്യക്ഷ ക്രിസ്റ്റി കവൻട്രി. IOC തലപ്പത്തേക്ക് എത്തുന്ന ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി കൂടിയാണ് 41-കാരിയായ ക്രിസ്റ്റി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ വനിതാ അധ്യക്ഷ ക്രിസ്റ്റി കവൻട്രി. IOCയുടെ തലപ്പത്തേക്ക് എത്തുന്ന ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി കൂടിയാണ് 41-കാരിയായ ക്രിസ്റ്റി കവൻട്രി. സിംബാബ്വെ കായിക മന്ത്രിയും 2 തവണ ഒളിമ്പിക് നീന്തൽ സ്വർണ്ണ മെഡൽ ജേതാവുമാണ് ക്രിസ്റ്റി കവൻട്രി. ഒളിമ്പിക് ദിനമായ ജൂൺ 23-ന് പ്രസിഡന്റായി ക്രിസ്റ്റി ചുമതലയേൽക്കും. പുതിയ പ്രസിഡന്റിന് 2023 വരെ പദവിയിൽ തുടരുവാൻ സാധിക്കും. പിന്നീട് 4 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടുവാനും വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റി കവൻട്രി സിംബാബ്വെയുടെ കായിക മന്ത്രിയായിരുന്നു. 2 തവണ ഒളിമ്പിക്സില് നീന്തലില് സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് ക്രിസ്റ്റി കവൻട്രി. ഒളിമ്പിക് ദിനമായ ജൂൺ 23-ന് പ്രസിഡന്റായി ക്രിസ്റ്റി ചുമതലയേൽക്കും. പുതിയ പ്രസിഡന്റിന് 2033 വരെ പദവിയിൽ തുടരാം. കേരള ഉപലോകായുക്തയായി ചുമതലയേറ്റവർ വി. ഷെർസി അശോക് മേനോൻ. കേരള ഉപലോകായുക്തയായി ചുമതലയേറ്റവർ വി. ഷെർസി അശോക് മേനോൻ. നിലവിലെ ലോകായുക്ത എൻ. അനിൽകുമാറാണ്. 7000 കോടി രൂപയുടെ പ്രതിരോധ ഇടപാടിന് അനുമതി ലഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 48 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള പീരങ്കി ATAGS പീരങ്കി അഡ്വാൻസ്ഡ് ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം എന്നാണ് എൻ്റെ ഫുൾ ഫോം. അഡ്വാൻസ്ഡ് ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം. 7000 കോടി രൂപ പ്രതിരോധ ഇടപാടിന് അനുമതി ലഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 48 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള പീരങ്കി ATAGS പീരങ്കി അഡ്വാൻസ്ഡ് ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം. 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ ആദ്യത്തെ രാജ്യം ജപ്പാൻ. 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ ആദ്യത്തെ രാജ്യം ജപ്പാൻ. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് തോമസ് ബാക്ക്. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് തോമസ് ബാക്ക്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ല. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ല. ജ്ഞാനപീഠം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല. ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. 11 ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ വെങ്കല പ്രതിമയും ഉൾപ്പെടുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം. 1999 വിനോദ് കുമാർ ശുക്ലയ്ക്ക് ദിവോർ മേ ഏക് ഖിർക്കി രഹ്തി ദി എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിരുന്നു. അപ്പം 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ലയാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷന്റെ സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമറ്റ് 2024 റിപ്പോർട്ടിൽ അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. ലോക കാലാവസ്ഥാ സംഘടനയുടെ സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമറ്റ് 2024 റിപ്പോർട്ടിൽ അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദുരന്തം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ.
BPCL സജ്ജമാക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിലവിൽ വരുന്നത് ബ്രഹ്മപുരം. BPCL സജ്ജമാക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ബ്രഹ്മപുരം. പരസ്യമായി ലേലം ചെയ്യപ്പെട്ട ആധുനിക ഇന്ത്യൻ കലയുടെ ഏറ്റവും ചെലവേറിയ കലാസൃഷ്ടി ഗ്രാമയാത്ര. പരസ്യമായി ലേലം ചെയ്യപ്പെട്ട ആധുനിക ഇന്ത്യൻ കലയുടെ ഏറ്റവും ചെലവേറിയ കലാസൃഷ്ടി ഗ്രാമയാത്ര. ഗ്രാമയാത്രയുടെ ചിത്രകാരൻ MF ഹുസൈൻ. MF ഹുസൈൻ. ഗോവൻ തീരത്ത് നടന്ന ഇൻഡോ ഫ്രാൻസ് നാവിക അഭ്യാസം വരുണ. ഗോവൻ തീരത്ത് നടന്ന ഇൻഡോ ഫ്രാൻസ് നാവിക അഭ്യാസമാണ് വരുണ. കേരള തീരത്ത് കണ്ടെത്തിയ പുതിയ ഇനം പവിഴജീവി മേഖലയാണ് വിഴിഞ്ഞം. കേരള തീരത്ത് കണ്ടെത്തിയ പുതിയ ഇനം പവിഴജീവി മേഖല വിഴിഞ്ഞം. ഡീപ്ലാസിയ ഫാവസ് എന്ന കോറലുകളാണ്. ഡീപ്ലാസിയ ഫാവസ് എന്ന കോറലുകളാണ് കണ്ടെത്തിയത്. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രിയാകാൻ പോകുന്നത് എറണാകുളം ജനറൽ ആശുപത്രി. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രിയാകാൻ പോകുന്നത് എറണാകുളം ജനറൽ ആശുപത്രി. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപി. മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപി. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം കണ്ണൂർ. കണ്ണപുരം കണ്ണൂർ. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം കണ്ണൂർ. തുടർച്ചയായി 111 ദിവസത്തെ തുരീയം സംഗീതോത്സവം നടക്കുന്നത് പയ്യന്നൂർ കണ്ണൂർ. തുടർച്ചയായി 111 ദിവസത്തെ തുരീയം സംഗീതോത്സവം നടക്കുന്നത് പയ്യന്നൂർ കണ്ണൂർ. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനം മേഘാലയ. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനം മേഘാലയ. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പോർട്ടലാണ് നിക്ഷയ് മിത്ര. നിക്ഷയ് മിത്ര. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനം മേഘാലയ. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പോർട്ടൽ നിക്ഷയ് മിത്ര. നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിന്റെ 95% കൈവരിച്ചത് രാജ്യത്തെ മുൻനിര സംസ്ഥാനമായത് ഗുജറാത്ത്. നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിന്റെ 95% കൈവരിച്ച് രാജ്യത്തിന്റെ മുൻനിര സംസ്ഥാനമായത് ഗുജറാത്ത്. അതിർത്തി നിരീക്ഷണത്തിനായി AI അധിഷ്ഠിത റോബോട്ടുകൾ വികസിപ്പിച്ചത് IIT ഗുവാഹത്തി. അതിർത്തി നിർണയത്തിനായി AI അധിഷ്ഠിത റോബോട്ടുകൾ വികസിപ്പിച്ചത് IIT ഗുവാഹത്തി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ. ഇൻസ്പയർ. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. അജയ് സേത്ത്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള സംയുക്ത സൈനിക അഭ്യാസം AIKMI. AIKMI. ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെന്റ്. ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് AIKMI. ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെന്റ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകനായി നിയമിതനായത് ഡേവിഡ് കറ്റാല. ഡേവിഡ് കറ്റാല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകനായി നിയമിതനായത് ഡേവിഡ് കറ്റാല. സ്പാനിഷ് കോച്ചാണ്. 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. ഇലക്ട്രോണിക് മാലിന്യത്തിൽ അടങ്ങിയ പ്രധാന ധാതുക്കളെ വേർതിരിക്കുന്ന സംവിധാനം അർബൻ മൈനിങ്. അർബൻ മൈനിങ്. ഇലക്ട്രോണിക് മാലിന്യത്തിൽ അടങ്ങിയ പ്രധാന ധാതുക്കളെ വേർതിരിക്കുന്ന സംവിധാനം അർബൻ മൈനിങ്. മോഹൻലാൽ അംബാസഡറാകുന്ന ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രം യോദ്ധാവ്. മോഹൻലാൽ അംബാസഡറാകുന്ന ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രമാണ് യോദ്ധാവ്.
പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്ര. സഞ്ജയ് കുമാർ മിശ്ര പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്ര. വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം നടന്നത് 2025 മാർച്ച് 27. വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം നടന്നത് 2025 മാർച്ച് 27-നാണ്. തേയിലയുടെ കയറ്റുമതിയിൽ ലോക രാജ്യങ്ങളിൽ 2-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. തേയിലയുടെ കയറ്റുമതിയിൽ ലോക രാജ്യങ്ങളിൽ 2-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ തേയില കയറ്റുമതി ചെയ്യുന്ന രാജ്യം കെനിയയാണ്. കെനിയ ഏറ്റവും കൂടുതൽ തേയില കയറ്റുമതി ചെയ്യുന്ന രാജ്യം കെനിയ. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഹരിയാന. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഹരിയാന. കേരളത്തിന്റെ സ്ഥാനം 13-ാമതാണ്. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഹരിയാന. കേരളത്തിലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ വേതനം 369 രൂപ. കേരളത്തിലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ വേതനം 369 രൂപ. തൊഴിലുറപ്പ് വേതനം 400-ൽ എത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഹരിയാന. തൊഴിലുറപ്പ് വേതനം 400-ൽ എത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഹരിയാന. രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയുവാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം. എപ്പിഫോം രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയുവാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ഡിജിറ്റൽ സംവിധാനം എപ്പിഫോം. കേരള സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ആണ് പ്രസ്തുത സംവിധാനം ആവിഷ്കരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന 6-ാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബാങ്കോക്ക്, തായ്ലൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന 6-ാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബാങ്കോക്ക്, തായ്ലൻഡ്. 2025 മാർച്ചിൽ റിക്ടർ സ്കെയിലിൽ 7.7, 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾ നാശം വിതച്ച രാജ്യങ്ങളാണ് മ്യാൻമാർ, തായ്ലൻഡ്. 2025 മാർച്ചിൽ റിക്ടർ സ്കെയിലിൽ 7.7, 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾ നാശം വിതച്ച രാജ്യങ്ങൾ മ്യാൻമാർ, തായ്ലൻഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 രാജ്യാന്തര യോഗാ ദിനത്തിന്റെ സന്ദേശം ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ. ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ. 2025 രാജ്യാന്തര യോഗാ ദിനത്തിന്റെ സന്ദേശം ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ. ഏപ്രിൽ 1 മുതൽ 13 വരെയുള്ള തീയതികളിൽ ഇന്ത്യയും അമേരിക്കയുമായി നടക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സർസൈസ് ടൈഗർ ട്രയംഫ്. ഏപ്രിൽ 1 മുതൽ 13 വരെയുള്ള തീയതികളിൽ ഇന്ത്യയും അമേരിക്കയുമായും നടക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സർസൈസ് ടൈഗർ ട്രയംഫ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായ IFS ഓഫീസർ നിധി തിവാരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായ IFS ഓഫീസറാണ് നിധി തിവാരി. ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം ഇനിയോച്ചോസ് 25. ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം ഇനിയോച്ചോസ് 25. വൃക്ഷങ്ങൾ വളർത്താനായി ഇൻസെന്റീവ് നൽകുന്ന വനം വകുപ്പിന്റെ പദ്ധതി ട്രീ ബാങ്കിംഗ്. വൃക്ഷങ്ങൾ വളർത്താനായി ഇൻസെന്റീവ് നൽകുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് ട്രീ ബാങ്കിംഗ്. 2025 ഏപ്രിലിൽ വിരമിച്ച വനിതാ ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരം വന്ദന കതാരിയ. 2025 ഏപ്രിലിൽ വിരമിച്ച വനിതാ ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരം വന്ദന കതാരിയ. സ്വദേശ് ദർശൻ 2.0 പദ്ധതിക്ക് കീഴിൽ ലോകോത്തര ജലവിനോദ കേന്ദ്രമായി അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശം ആലപ്പുഴ. സ്വദേശ് ദർശൻ 2.0 പദ്ധതിക്ക് കീഴിൽ ലോകോത്തര ജലവിനോദ കേന്ദ്രമായി അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശം ആലപ്പുഴ. കേരളത്തിലെ നഗരങ്ങളുടെ പ്രാദേശികമായ പ്രത്യേകതകൾ പരിഗണിച്ച് കേരള നയ കമ്മീഷൻ നഗരങ്ങൾക്ക് നൽകിയ ബ്രാൻഡിംഗ്. തൃശ്ശൂര്, കൊച്ചി അറിയപ്പെടുന്നത് ധനസാങ്കേതിക വിദ്യാ ഹബ്ബ്. പാലക്കാട്, കാസർഗോഡ് അറിയപ്പെടുന്നത്
വ്യവസായ സ്മാർട്ട് സിറ്റികൾ. വ്യവസായ സ്മാർട്ട് സിറ്റികൾ. തിരുവനന്തപുരം, കൊല്ലം അറിയപ്പെടുന്നത് വിജ്ഞാന ഇടനാഴി. വിജ്ഞാന ഇടനാഴി. തിരുവനന്തപുരം, കൊല്ലം അറിയപ്പെടുന്നത് വിജ്ഞാന ഇടനാഴി. കണ്ണൂർ അറിയപ്പെടുന്നത് ഫാഷൻ സിറ്റി എന്നാണ്. കണ്ണൂർ അറിയപ്പെടുന്നത് ഫാഷൻ സിറ്റി എന്നാണ്. കോഴിക്കോട് അറിയപ്പെടുന്നത് സാഹിത്യ നഗരം എന്നാണ്. സാഹിത്യ നഗരം. കേരളത്തിലെ നഗരങ്ങളുടെ പ്രാദേശികമായ പ്രത്യേകതകൾ പരിഗണിച്ച് കേരള നയ കമ്മീഷൻ നഗരങ്ങൾക്ക് നൽകിയ ബ്രാൻഡിംഗ് ആണ്. തൃശ്ശൂരും കൊച്ചിയും അറിയപ്പെടുന്നത് ധനസാങ്കേതിക വിദ്യാ ഹബ്ബെന്നും പാലക്കാട്, കാസർഗോഡ് വ്യവസായ സ്മാർട്ട് സിറ്റികളെന്നും തിരുവനന്തപുരം, കൊല്ലം വിജ്ഞാന ഇടനാഴി എന്നും കണ്ണൂർ ഫാഷൻ സിറ്റി എന്നും കോഴിക്കോട് സാഹിത്യ നഗരം എന്നുമാണ് അറിയപ്പെടുന്നത്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ്. PR ശ്രീജേഷ്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് PR ശ്രീജേഷ്. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് ഡോക്ടർ പൂനം ഗുപ്ത. ഡോക്ടർ പൂനം ഗുപ്ത. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് ഡോക്ടർ പൂനം ഗുപ്ത. പൈങ്കുനി ഉത്സവത്തിന് പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. പൈങ്കുനി ഉത്സവത്തിന് പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. ക്ഷയരോഗ നിവാരണത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ നാറ്റ് പരിശോധന നടത്തിയതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് അർഹമായ സംസ്ഥാനം കേരളം. ക്ഷയരോഗ നിവാരണത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ നാറ്റ് പരിശോധന നടത്തിയതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് അർഹമായ സംസ്ഥാനം കേരളമാണ്. കേരളം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.